തിരുവോണ ദിവസം ശ്രീ പത്മനാഭ സ്വാമിക്കും നരസിംഹമൂർത്തിക്കും തിരുവമ്പാടി ശ്രീകൃഷ്ണനും ഓണവില്ല് ചാർത്തുന്ന പതിവുണ്ട്. ഇതുകൂടാതെ ചായവില്ലും സമർപ്പിച്ചിരുന്നു. അതെന്താണെന്നുള്ളത് വിശദീകരിക്കാം. ആദ്യം ചായവില്ല് എന്താണെന്ന് പറയാം. ചായവില്ല് ഓണവില്ലിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. നീളം കുറവാണ്, വീതി കുറവാണ്, ചിത്രപ്പണികളൊന്നും ധാരാളം ഇല്ല. കൂടിപ്പോയാൽ ഒരടി നീളം വരും. അതിനോടൊപ്പം ഒരു കോലുമുണ്ട്. ഇതാണ് ചായവില്ല് എന്ന് പറയുന്നത്. ഇത് പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളിലേക്കും മഹാരാജാവ് കൊടുത്തയക്കാറുണ്ട്. ഒപ്പം പ്രധാനപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥർക്കും ചായവില്ല് ഓണസമ്മാനമായി മഹാരാജാവ് നൽകിയിരുന്നു. ഇളയരാജാവിന് കൊടുത്തിരുന്നു, സർവാധികാരിക്കാർക്ക് കൊടുത്തിരുന്നു, ചെല്ലംകാര്യക്കാർക്ക് കൊടുത്തിരുന്നു. പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്കെല്ലാം ചായവില്ല് സമ്മാനിച്ചിരുന്നു. ചായവില്ല് സമർപ്പണം എന്ന് തുടങ്ങിയെന്ന് നമുക്ക് അറിയില്ല. അതിൻ്റെ രേഖകളൊന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല. എന്നാൽ ഓണവില്ല് സമർപ്പണത്തിന് ഒരു രേഖ കണ്ടിട്ടുണ്ട്. കൊല്ലവർഷം 677, അതായത് AD 1502. ശരിക്കും പറഞ്ഞാൽ ഇത് 475-ാമത്തെ വർഷമാണ്. ഓണവില്ല് ചാർത്തി തുടങ്ങിയതിൻ്റെ 475-ാമത്തെ വർഷമാണ് ഇത്. അന്നത്തെ പടിഞ്ഞാറൻ പുത്തങ്ങാടിയിൽ മാദേവൻ കുമാരൻ അദ്ദേഹം പള്ളിവില്ല് തയ്യാറാക്കിയിട്ട് മഹാരാജാവിനോട് അഭ്യർത്ഥിക്കുന്നു, ശ്രീ പത്മനാഭന് ഇത് സമർപ്പിച്ചാൽ കൊള്ളാം. അപ്പോൾ ഇങ്ങനെ ഒരു റിക്വസ്റ്റുമായിട്ട് വരുമ്പോൾ മഹാരാജാവിന് അത് ചെയ്തോട്ടെ എന്ന് പറയാൻ സാധിക്കില്ല. യോഗത്തിൻ്റെ അനുവാദം വേണം. അപ്പോൾ യോഗക്കാരുടെ മുൻപാകെ സമർപ്പിച്ചു. ഈ റിക്വസ്റ്റ് സമർപ്പിച്ചു. യോഗക്കാരത് അംഗീകരിച്ചു. അതിനുശേഷമാണ് ഓണവില്ല് ചാർത്തുവാനായിട്ടുള്ള അനുവാദം കിട്ടുന്നത്. പിന്നെ തുടർച്ചയായിട്ട് അപ്പോൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഓണവില്ല് സമർപ്പിക്കുന്നതിന് ചടങ്ങ് തന്നെ ഒരു പ്രത്യേക രീതിയിലാണ്. ഓണവില്ല് അന്ന് ആരാണോ സമർപ്പിച്ചത് അവരുടെ പിന്മുറക്കാരാണ് ഇപ്പോഴും അത് തീർക്കുന്നത്. ഈ ഓണവില്ല് അവർ ക്ഷേത്രത്തിലോട്ട് അതിരാവിലെ കൊണ്ടുവരും. സൂര്യോദയത്തിന് മുൻപ് തന്നെ കൊണ്ടുവരും. നാടകശാലയുടെ പടിഞ്ഞാറ് വശത്താണ് അവർ നിലയുറപ്പിക്കുന്നത്. അതിനുശേഷം ചെറുചുറ്റിൽ ശ്രീകാര്യക്കാരും കാവൽക്കുറുപ്പും തയ്യാറായി നിൽക്കും. ഒറ്റക്കൽ മണ്ഡപത്തിലെ സോപാനത്തിൽ കോൽവിളക്ക് വെച്ചിട്ടുണ്ടാകും. ആഴാദിയാണ് കോൽവിളക്ക് എടുക്കുന്നത്. അപ്പോൾ ആഴാദി കോൽവിളക്ക് എടുത്തിട്ട് മുന്നോട്ട് നടക്കുമ്പോൾ ശ്രീകാര്യക്കാരും കാവൽക്കുറുപ്പും കീഴ്ശാന്തിയും കൂടി അനുഗമിച്ച് വടക്കുവശത്തുകൂടി എഴുന്നള്ളി സ്വർണ്ണക്കൊടിമരത്തിൻ്റെ അവിടെ വരും. അവിടെ എത്തുമ്പോൾ വലിയ കച്ചമുറി വിരിച്ചിട്ട് ഓണവില്ല് കൊണ്ടുവരുന്ന അവർ അല്ലെങ്കിൽ ആശാരിമാർ പടിഞ്ഞാറ് അഭിമുഖമായി നിന്നുകൊണ്ട് ഓണവില്ല് ആ കച്ചമുറിയിൽ സമർപ്പിക്കുന്നു. എന്നിട്ട് അവർ നമസ്കരിക്കും. നമസ്കരിച്ച ശേഷം തന്നെ അവർക്ക് അപ്പം തന്നെ ഒരു നേരിയത് സമ്മാനമായിട്ട് ദക്ഷിണയായിട്ട് കൊടുക്കാറുണ്ട്. ഇതെല്ലാം കൂടി കാവൽക്കുറുപ്പാണ് ഓണവില്ല് കയ്യിലെടുക്കുന്നത്. എടുത്തിട്ട് അഭിശ്രാവണ മണ്ഡപത്തിലോട്ട് കൊണ്ടുപോകും. അവിടെ പള്ളിപ്പലകയുണ്ട്. അതിലാണ് ഈ ഓണവില്ലെല്ലാം നിരത്തുന്നത്. ഓണവില്ല് നിരത്തിയ ശേഷം അതിൽ ഈ ചുമന്ന പട്ടുനൂല് കൊണ്ട് അതിൽ ചുറ്റി കുരുത്തോലയും വെച്ച് കെട്ടിയ ശേഷം മാത്രമേ ഇത് അതത് നമ്പിമാർ ദേവന്മാർക്ക് ചാർത്തുവാനായിട്ട് എടുത്തുകൊണ്ട് പോകുകയുള്ളൂ. ഈ സമയം വാദ്യഘോഷമുണ്ടാകും, പാണിയുണ്ടാവും, വലിയൊരു വായ്ക്കൊരുവയുണ്ടാകും. ഇതൊക്കെ അകമ്പടിയോടുകൂടിയാണ് ഓണവില്ല് സ്വർണ്ണക്കൊടിമരത്തിൻ്റെ സമീപത്ത് നിന്നും അകത്തോട്ട് എഴുന്നള്ളിക്കുന്നത്. ഈ ഓണവില്ല് 3 സൈസുണ്ട്, 3 വലിപ്പത്തിലുണ്ട്. ഏറ്റവും വലുത്, പിന്നെ ഒരു ഇടത്തരം സൈസിലൊരെണ്ണമുണ്ട്, പിന്നെ ചെറുത്. അത് വലിപ്പത്തിൻ്റെ കാര്യത്തിൽ. വിഷയത്തിൻ്റെ കാര്യത്തിൽ ശ്രീ പത്മനാഭനെ ചാർത്തുന്നത് അനന്തശയനം പ്രതിപാദിക്കുന്ന വില്ലാണ്. നരസിംഹമൂർത്തിക്ക് ദശാവതാരമാണ്. ശ്രീകൃഷ്ണ ലീലയാണ് അതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അത് 2010 വരെ അങ്ങനെയാണ് ആ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഉത്രാട തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ
അവസാന നാളുകളിൽ അദ്ദേഹം ഗണപതിക്കും ശാസ്താവിനും ഓണവില്ല് തീർക്കാനായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുകയും ഇപ്പോൾ ഗണപതിക്കും ശാസ്താവിനും ചാർത്തുന്നുണ്ട്. ഇതുകൂടാതെ ശ്രീരാമനും ഓണവില്ലുണ്ട്. എല്ലാ ദേവന്മാർക്കും ഒരു ജോഡി വില്ലാണ് ചാർത്തുന്നത്. അത് വിഗ്രഹത്തിൻ്റെ ഇരുവശങ്ങളിലായിട്ട് കുത്തനെ നിർത്തുകയാണ് ചെയ്യുന്നത്. അതാണ് ആ ചാർത്തുന്നതിൻ്റെ രീതി. രാജഭരണകാലത്ത് ഈ ചായവില്ല് തീർത്തിരുന്നത് ഏത് കുടുംബക്കാരാണെന്നുള്ളതിനെക്കുറിച്ച് രേഖകളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ചായവില്ല് സമർപ്പിച്ചിരുന്നു എന്ന് മാത്രം അറിയാം. അപ്പോൾ ചായവില്ല് സമർപ്പണം എന്ന് തുടങ്ങിയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ചായവില്ല് ഉണ്ടായിരുന്നു താനും. അത് ആരാണ് തീർത്തിരുന്നത് എന്നും നമുക്ക് അറിയില്ല. ഈ 2 രേഖകളും കിട്ടിയിട്ടില്ല. പടിഞ്ഞാറൻ പുത്തങ്ങാടിയിൽ മാദേവൻ കുമാരൻ ആണ് ആദ്യം ഓണവില്ല് ചാർത്തിയത്, ഓണവില്ല് കൊണ്ടുവന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അവരുടെ പിന്മുറക്കാരാണ് ഇപ്പോൾ ഓണവില്ല് തീർക്കുന്നത്. മേലാറന്നൂരിലെ വിളയിൽ വീട്ടിലെ കുടുംബക്കാരാണ്. ബിൻകുമാറാണ് മൂത്താശാരി.